CPM-ൽ നിന്ന് ഒരു പ്രമുഖ നേതാവ്, ഒരു ജില്ലാ നേതാവ് ഇപ്പോഴിതാ BJP-യിൽ എത്തിയിരിക്കുകയാണ്. SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഗോകുൽ ഗോപിനാഥ്. എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? ഇനി BJPക്ക് കേരളത്തിൽ വളരണമെങ്കിൽ CPM-ൻ്റെ വോട്ട് കൊണ്ടും CPM-ൻ്റെ നേതാക്കളെ BJPയിൽ എത്തിച്ചാൽ മാത്രമേ കഴിയൂ എന്നൊരു ധാരണ BJPക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ശതമാനം എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. BJPക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് ലഭിച്ചിരിക്കുന്നതെല്ലാം CPM-ൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നാണ്. മുൻകാലങ്ങളിൽ ഈ BJPയുടെ വളർച്ച ആദ്യം നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അവർക്ക് വോട്ട് നൽകുന്നു, കോൺഗ്രസിന് വോട്ട് നൽകുന്ന അണികളും സാധാരണക്കാരും ഉൾപ്പെടെയാണ് BJPയിലേക്ക് ഒഴുകുകയും പിന്നീടാണ് ആ സ്ഥലങ്ങളിലാണ് BJP വളരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ല കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള ശക്തി കേന്ദ്രമായിരുന്നു. ആ ശക്തി കേന്ദ്രമായിരുന്നു ആദ്യം BJP പിടിച്ചെടുക്കുന്നത്. പിന്നീട് നാം കണ്ട തൃശ്ശൂരായിരുന്നു. കരുണാകരന്റെ തട്ടകവും മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി മത്സരിച്ചിട്ടുള്ള ഒരിടമാണല്ലോ ഈ തൃശ്ശൂരിലേക്ക് BJP കടന്നു കയറുന്നതുകൊണ്ട്. ഇനി BJPക്ക് വളരണമെങ്കിൽ CPM-ലേക്ക് വളരണം. കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണല്ലോ, ഞങ്ങളുടെ വോട്ടുകൾ പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞു, ഇനിയുള്ള വോട്ടുകൾ പോകില്ല, അതിലെ ഉറച്ച വോട്ടുകളാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പലതവണ പറയുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി BJPയുടെ ലക്ഷ്യം പരമാവധി OBCയിലേക്ക് കടന്നു കയറുക. OBC സമുദായത്തിലേക്ക് കടന്നു കയറാൻ പ്രധാനമായി വീഴ്ത്തേണ്ടത് ഈ CPM-നെയാണ്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നാം തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാം കാണുന്നത്. ആദ്യം വരുന്നത് മധു മുല്ലശ്ശേരിയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ പ്രാദേശികമായി അവിടെ CPM-നുള്ളിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള കുടുംബം മുഴുവനായിട്ടാണ് BJPയിൽ ചേരുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് നാം കണ്ടത് ആലപ്പുഴയിലാണ്, കായംകുളത്ത് ബിപിൻ സി ബാബുവിന്റെ നേതൃത്വം. അദ്ദേഹം ഒരു ചെറിയ പ്രാദേശിക നേതാവ് മാത്രമല്ല, ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ജില്ലയിലെ ആ താലൂക്കിലെ ഒരു വലിയ പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ്. അങ്ങനെ ആ രണ്ടാമത്തെ നേതാവിനെ കണ്ടു. അതിനുശേഷമാണ് ഈ ഗോകുൽ ഗോപിനാഥ്. അതിനിടയ്ക്ക് പ്രാദേശികമായി പല നേതാക്കളും BJPയിലേക്ക് വരുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ SFIയുടെ ഒരു യുവ നേതാവ് തന്നെ കടന്നു വരികയാണ്. അദ്ദേഹം മുൻപ് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് BJP കൃത്യമായി തന്നെ ലക്ഷ്യമിട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത്, പല നേതാക്കളും വരുന്നത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാകുന്നത്. കായംകുളം നമുക്കറിയാവുന്ന കാര്യമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലം കൂടിയായിരുന്നു ആലപ്പുഴ. അതിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. കാരണം SNDP സമുദായമാണ് എല്ലാ കാലത്തും ഈ CPM-ന്റെ വോട്ട് ബാങ്ക്. ആ CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് കൃത്യമായി BJP കടന്നു കയറിയതായിട്ടുള്ള തെളിവായിരുന്നു ആറ്റിങ്ങലും ആലപ്പുഴയും. ഈ രണ്ട് മണ്ഡലങ്ങളിലും BJP വലിയ ശക്തമായ വേരോട്ടം ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു സൂചന കൂടി ഗോകുൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ CPM-ന്റെ നേതാവായിരുന്നു, SFIയുടെ നേതാവായിരുന്നു. അതറിയാമല്ലോ, SFIയിൽ പ്രവർത്തിക്കുകയും DYFIയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ CPM-ൽ മെമ്പർഷിപ്പ് കിട്ടുകയും CPM-ന്റെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ CPM-ന്റെ ചട്ടക്കൂട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ CPM-ന്റെ പ്രവർത്തകനായി നേതാവായി ഇരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് BJPയോടാണ് സ്നേഹം, BJP അനുഭാവിയായി ഞാൻ കുറച്ച് നാളുകളായി തന്നെ മനസ്സിനെ കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ. അത് തന്നെയാണ് ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്, ആറ്റിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ സഖാക്കളുടെ മനസ്സുകൾ പതുക്കെ മാറി തുടങ്ങുകയാണ്. അവർ ഇപ്പോൾ BJPയോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ പ്രവർത്തിക്കുന്നത് CPM-ലാണ്. ആ മനസ്സ് എപ്പോഴാണോ മാറുന്നത്, ആ നിമിഷമായിരിക്കും നാം ഹരിയാനയിൽ കണ്ട മാറ്റവും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ. ഹരിയാനയിൽ വെറും 4 സീറ്റിൽ നിന്നായിരുന്നു 44ലേക്ക് പോകുന്നത്. അതിന് സമാനമായ സാഹചര്യമായിരുന്നു ത്രിപുരയിൽ 0-ൽ നിന്നും ഭരണത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതിൻ്റെ തുടക്കം ഇത് ഇങ്ങനെയാണ്. കാരണം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അനുഭാവിയായ മനസ്സ് മാറുകയും പിന്നീട് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയും ചെയ്തു. ആ മാറ്റത്തിലേക്കാണ് BJP കടന്നു ചെല്ലുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇത്തരം പ്രസ്താവനകളുമായി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ട്രോളന്മാർ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ആ രീതിയിലാണ് പ്രധാനപ്പെട്ട തൃശ്ശൂർ പിടിക്കുന്നു, 20% വോട്ട് നേടുന്നു,
ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, ആലപ്പുഴയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു, അവിടെ സ്ഥിരമായ തട്ടകമായി അറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇത്രയും ഈ കണക്ക് BJP നേതാവ് തന്നെ മുൻപ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കോമാളിയായി മാറിപ്പോയേനെ അല്ലേ? കാരണം ആലപ്പുഴ ജില്ലയിൽ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ എതിർക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ട് പിടിക്കണമെന്ന് അല്ലേ പറയുകയാണെങ്കിൽ ചില സർവേ ഫലങ്ങൾ തന്നെ വന്നപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. ആറ്റിങ്ങലിൽ BJP വിജയിക്കുമെന്ന് ചില സർവേ ഫലങ്ങൾ വന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഇതെന്താ അങ്ങനെ ഒരു മാറ്റം എന്ന് കരുതുന്നത്. പക്ഷേ ഈ 3ാം സ്ഥാനവും 1ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വെറും 16,000 ചുരുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അത്. ഈ മാറ്റങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് SNDP സമുദായവുമായി ബന്ധപ്പെട്ടാണ്. ആ മാറ്റം തന്നെയാണ് ഇപ്പോൾ BJPയെ വലിയ രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ അതോടൊപ്പം തന്നെ ക്രൈസ്തവ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സെക്രട്ടറി തന്നെ BJPയിൽ ചേരുന്നതുകൊണ്ട് ഇന്ന് SFIയുടെ നേതാവ് ചേരുന്നു. അങ്ങനെ വലിയൊരു മാറ്റം പണ്ട് നാം 2013 ഉൾപ്പെടെ കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഈ മാറ്റങ്ങൾ കണ്ടിരുന്നു. കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിരവധി പേർ അതെ പ്രമുഖ നേതാക്കൾ. ഇതിനകത്ത് ഇപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ബംഗാളിൽ നമ്മളത് കണ്ടതാണ്. ഒരു വലിയ വിഭാഗം നേതാക്കൾ മമതയുടെ കൂടെ പോയി. ബാക്കി ഉണ്ടായിരുന്ന ഈ മമതയുടെ കൂടെ പോയ ആൾക്കാർ CPMനുള്ളിൽ നിന്ന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ കൂട്ടുനിന്ന നേതാക്കളാണ്. അവർ അധികാരം മമതയ്ക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ അവർ മമതയ്ക്കൊപ്പം പോയി. അല്ലാത്ത ഒരുപാട് നേതാക്കളുണ്ട്, നല്ല നേതാക്കൾ CPMനുള്ളിൽ ഉണ്ടായിരുന്നു. അവർ BJPയിലേക്കാണ് പോയത്. കാരണം അവർക്ക് മറ്റു വഴികളില്ല. ഈ അതിക്രൂരമായിട്ടാണ് ഈ ബംഗാളിൽ മമതയ്ക്കൊപ്പം പോയവരും മമതയുടെ ഗുണ്ടകളും ചേർന്ന് ഇവരെ ആക്രമിച്ചത്. അങ്ങനെ അവർ നിക്കക്കള്ളിയില്ലാതെ BJPയിൽ വന്ന് ചേരുന്ന കാഴ്ചയും നമ്മൾ ബംഗാളിൽ കണ്ടു. കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. പറഞ്ഞോളൂ. കാരണം അത് BJP തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ ബംഗാളും അതോടൊപ്പം ത്രിപുര ജയിച്ചപ്പോൾ നരേന്ദ്രമോദി തന്നെ പലതവണ ആവർത്തിക്കുകയുണ്ടായി, ഞങ്ങൾ ഇനി കേരളത്തിലേക്കാണ് കടന്നു വരുന്നത്. അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത്. ആ തുടർച്ചയായിട്ട് അതിന് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ പിന്നീട് മറ്റൊരു കാര്യമുണ്ട്. 2004 തന്നെ NDAക്ക് കേരളത്തിൽ ഒരു MP ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കളഞ്ഞു കുളിക്കുന്നതായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് കൃത്യമായി തന്നെ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാഹചര്യം മാറിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന് വഴങ്ങുകയും ഈ CPM സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ സ്വന്തം ആവശ്യങ്ങളുമായെല്ലാം പോയപ്പോൾ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർ തമ്മിൽ പ്രീണന രാഷ്ട്രീയത്തിൽ മത്സരിക്കുക ആരാണ്. അതെ, മുസ്ലിം പ്രീണനം ഏറ്റവും കൂടുതൽ ആർക്ക് നടത്താനാകും എന്ന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാണക്കാടിനെ സ്നേഹിക്കുന്നത് ആരാണെന്നൊരു മത്സരവും കൂടി ഇവിടെ നടക്കുകയാണ്. പാണക്കാടിനെയും സമസ്തയെയും. അതെ, അങ്ങനെ അവർ മത്സരം നടത്തുമ്പോഴും ഇവിടെ സാധാരണക്കാരായ ഭൂരിപക്ഷ സമുദായവും അതോടൊപ്പം തന്നെ യഥാർത്ഥ ന്യൂനപക്ഷമായി അറിയപ്പെടുന്ന ക്രൈസ്തവനുമുണ്ട്. അവർ ഇത് തിരിച്ചറിയുകയാണ്. അതിൻ്റെ തിരിച്ചറിഞ്ഞത് ഫലമായാണ് തൃശ്ശൂരിൽ നാം കണ്ടത്. ഇനി കാണാൻ പോകുന്നത് അവർ കാത്തിരിക്കുകയാണ് കൃത്യമായി തന്നെ ഇത്തരം പ്രീണനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ. പക്ഷേ ആ പ്രീണനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ BJP ശ്രമിക്കണം.